എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമുക്ക് സർവീസിന് കിട്ടിയുള്ള ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 7 പറഞ്ഞ മോഡലാണ്. ഈ ഒരു ഫോണാണെങ്കിൽ കസ്റ്റമർ നീറ്റായിട്ട് ഉപയോഗിച്ചാണ്, താഴെ വീണിട്ടില്ല, പൊട്ടിയിട്ടില്ല, എന്നിട്ട് പോലും ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ബൾജായതിനു ശേഷം ഡിസ്പ്ലേയിലോട്ട് തള്ളി വന്ന് ഏകദേശം ഡിസ്പ്ലേ തീരുമാനമായി. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഡിസ്പ്ലേ മാറണം, അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങൾ മാറണം. രണ്ട് പണിയാണുള്ളത്. കസ്റ്റമർ ആണെങ്കിൽ ഏതെങ്കിലും ഒറിജിനൽ പാർട്സ് മതിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റി ഡിസ്പ്ലേ, അതുപോലെ തന്നെ പക്ക OG ബാറ്ററി, ഈ ഒരു രണ്ട് സാധനം റീപ്ലേസ് ചെയ്യുക. ഫോൺ അയക്കാം. ചടപടയാറിന് പരിപാടി കഴിയൊന്നുമില്ല. കഴിഞ്ഞ സാംസങ് അയച്ച് സർവീസ് ചെയ്ത വർക്കിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടി കഷ്ടപ്പാടാണ് ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ. കുറച്ചും കൂടി സമയമെടുക്കും, പതിയെ ചെയ്യലേ അടക്കുള്ളൂ. പെട്ടെന്ന് ഫോൺ അയച്ചു കഴിഞ്ഞാൽ നോക്കാം, ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട് ഗൈസ്. ഫോൺ ഓപ്പൺ ചെയ്ത് ബാറ്ററി എന്ന് പറഞ്ഞ കണക്ടർ കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം നമുക്കാണെങ്കിൽ പുതിയ ഡിസ്പ്ലേ ആണിത്. ഈ ഒരു ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ വർക്ക് ആവണോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. OG ഡിസ്പ്ലേ ആണ്, പക്ക ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. നമുക്കാണെങ്കിൽ പിക്സലിൻ്റെ ഫോൺ കാര്യങ്ങളൊക്കെ റയറായിട്ടേ കിട്ടാറുള്ളൂ സർവീസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പക്ക വൃത്തിയായിട്ട് ഈ ഒരു വർക്ക് നീറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പതിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. ഡിസ്പ്ലേക്ക് കുഴപ്പം കാര്യങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പഴയ ഡിസ്പ്ലേ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ അത് താനെ ഓട്ടോമാറ്റിക്കലി ടച്ച് വർക്കായി കുറേ വട്ടം ലോക്ക് താനെ അമർന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ലോക്ക് വർക്കണമെങ്കിൽ ഏകദേശം 4-5 മണിക്കൂർ എന്തോ കഴിയണം. എന്നാൽ മാത്രം നമുക്ക് ലോക്ക് തുറന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റൂ. ആ സമയം കൊണ്ട് നമുക്കാണെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. ബാറ്ററി ഊരാനായിട്ട് ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്ന സാധനമുണ്ട്. ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന സാധനം വെച്ച് ജസ്റ്റ് താഴത്തോട്ടൊന്നിട്ട് വലിച്ച സമയത്ത് തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഊരി കയ്യിലോട്ട് പോന്നിട്ടുണ്ട്. ഞാനേ കസ്റ്റമർ ഫോൺ തന്ന ഉടൻ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചായിരുന്നു. ഒറിജിനൽ ബാറ്ററിയാണ്, രണ്ട് നോക്കി നോക്കാം, സെയിം സാധനമാണ്. നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ താഴെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഈ ഒരു സ്റ്റിക്കർ പറിച്ചെടുക്കണം. ഇതെടുക്കാൻ നോക്കിയ സമയത്താണെങ്കിൽ 2-3 ഭാഗത്തുനിന്ന് നോക്കി കറക്റ്റായി കിട്ടില്ല. ഈ ഒരു സ്റ്റിക്കറിന് താഴെ ലേശം ഗമ്മുണ്ട് ഗൈസ്. ഗമ്മോടക്കനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ബാറ്ററി ഫോണിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പക്കയായിട്ടിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. ഫോൺ ചെറുതായിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ പോലും ബാറ്ററി കാര്യങ്ങൾ ഡിസ്കണക്ട് ആവുന്ന പ്രശ്നം കാര്യങ്ങൾ വരില്ല. അതുകൊണ്ടാണെങ്കിൽ ഒരു സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീനാണ്, ഫോണിൻ്റെ താഴെ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ബാറ്ററി ആണ് നമുക്കാണെങ്കിൽ ഫോണിലോട്ട് വെക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ അഴിച്ചെടുത്ത എല്ലാ സാധനം, ഈ ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും ഇതൊന്നും അഴിച്ചെടുത്തില്ല. അതുകൊണ്ട് നമുക്ക് അതേപോലെ വെച്ച് പക്കയാക്കാണ്ട് ശരിക്കും ഒരു സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഇനിയിപ്പോൾ വീണ്ടും ഈ ഒരു ഫോൺ സർവീസ് ചെയ്യാം, ഏതെങ്കിലും ടെക്നീഷ്യൻ്റെ കൈ കിട്ടുന്ന സമയത്ത് ആ ഒരു ടെക്നീഷ്യന് ഈ ഒരു സാധനം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ബാറ്ററി അഴിച്ചെടുക്കാം. അതിനുവേണ്ടി മാത്രം വെച്ചു എന്നുള്ളൂ. ഏതായാലും ബാറ്ററി കണക്ടർ ഇടേണ്ടി വരും. ഓക്കെ, ബാറ്ററി കണക്ടർ ഇടണ്ട. അതിൻ്റെ മുമ്പായിട്ട് നമുക്കാണെങ്കിൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഏകദേശം ചിലപ്പോൾ എല്ലാം ഷോർട്ടായിട്ട് തീരുമാനം. ഇപ്പോൾ ബാറ്ററി കണക്ടർ വീണ്ടും ഊരി, അതുപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് എല്ലാം നോക്കിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും മൂണായി വന്നു കഴിച്ചു. ഇപ്പോൾ ഏകദേശം 2 കാര്യം കൺഫേമായി. ഡിസ്പ്ലേ കാര്യങ്ങൾ പക്കയായിട്ട് വർക്കാകുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങൾ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇനി ഏതായാലും ബാക്കി ഡിസ്പ്ലേ ഫ്രെയിമിലോട്ട് ഒട്ടിക്കുന്ന പരിപാടി ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു ഗമ്മ് ഉണ്ടായിരിക്കും, ഫ്രെയിമിലായിട്ട് ബ്ലാക്ക് ഗമ്മ് ഉണ്ടായിരിക്കും. ആ ഒരു ഗമ്മ് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം. ഞാനെങ്കിൽ ടിന്നർ വെച്ച്, അതുപോലെ തന്നെ ടിന്നർ ലേശം ഒരു തുണിയിലോട്ട് ആക്കിയതിന് ശേഷം നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ഫോണിൽ നിന്ന് എന്തൊക്കെ അഴിച്ചെടുത്തു അതേപോലെ തിരിച്ച് എല്ലാ സാധനം പാക്ക് ചെയ്യുക ഗൈസ്. ഈ ഒരു വീഡിയോ റെക്കോർഡ് വെച്ചിട്ട് ഒരുപാട് ദിവസമായി. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നില്ലേ, സാംസങ് X23 FEയുടെ സർവീസ് ചെയ്യണ വീഡിയോ. ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയും ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. പക്ഷേ ഇന്നാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോൺ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പാക്ക് ചെയ്ത് ഒരു വട്ടം കൂടി ഓണാക്കി നോക്കിയിട്ടുണ്ട്. കാരണം എങ്ങനെ എന്തെങ്കിലും മിസ്സിങ് വന്നു കഴിഞ്ഞാൽ അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നോർമലായിട്ട് ഫോൺ പോലെ ചടപടയാറ് നമുക്ക് പെട്ടെന്ന് സർവീസിൽ അടക്കില്ല. ഏറ്റവും അവസാനമായിട്ട് ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഷീൽഡ് പോലത്തെ സാധനം അഴിച്ചെടുത്തായിരുന്നു. അതോടെ കറക്റ്റ് അതിലോട്ട് ഫിറ്റ് ചെയ്ത് നീറ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗമ്മിട്ട് ഒട്ടിക്കണം. ഈ ഒരു സൈഡ് ഭാഗം കാര്യങ്ങളൊക്കെ ഗമ്മിട്ട് നീറ്റായിട്ട് ഡിസ്പ്ലേ ഒട്ടിക്കണം. പക്ഷേ ഞാനാണെങ്കിൽ അതിപ്പോൾ ചെയ്യണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ പാസ്വേഡ് നമുക്കാണെങ്കിൽ അടിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കോളും കാര്യങ്ങളൊക്കെ വിളിച്ച്, അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കാണെങ്കിൽ ഫോൺ ഗമ്മിട്ട് ഒട്ടിക്കുക എന്നാണ് പ്ലാന്. അതിന് മുമ്പായിട്ട് ഈ ഒരു സമയം കഴിയണ്ടേ, അത്രയും നേരം നമുക്കാണെങ്കിൽ സെല്ലോ ടാപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 14,000 സെക്കൻഡോളം വെയിറ്റ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രം നമുക്കാണെങ്കിൽ ഈ ഒരു ഫോണ് ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ ഒരു വട്ടം കൂടി ലോക്ക് റോങ് ആയിട്ട് അമർന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാവും, വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്തുള്ളൂ. വീഡിയോ തരേണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിനെക്കാട്ടിലും മികച്ച മറ്റൊരു അടിപൊളി വീഡിയോ ആയി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.